ഇതാ ആ നാട അയച്ചെന്നെയാ. ആ ഇത് കൊള്ളല്ലേ സാധനം. രേണു അത് എടി എടി നീ ഇങ്ങനെ കരയല്ലേ, ചെല്ലേ പോയി സംസാരിക്കേ. ചുമ്മാ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ നടക്ക്. എടി ഞാനൊന്ന് ഞാൻ അപ്പുറത്തുണ്ടാവും, പോയി സംസാരിക്കേ. ദിനേശേട്ടാ ആ എന്താ എൻ്റെ കല്യാണോടാ. ആണോ? താങ്ക് യു. എന്നിട്ട് വിളിയൊക്കെ കഴിഞ്ഞാ? ഞാൻ പഠിച്ച കോളേജല്ലേ, അപ്പോൾ കുറച്ച് പേരെ വിളിക്കാനുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പോൾ ഉഷാറാക്കി. ശരി എന്താ ശരി, ഓക്കെ. അപ്പൊ മൂപ്പര് രേണുവിനെ വിട്ടാ? എന്തായാലും നല്ല തീരുമാനമായി. താങ്ക് യു. എന്നെ പോലത്തെ ഒരു ദുരന്തത്തിന്ന് കരയേറാൻ പറ്റിയല്ലോ. എന്ത് സിനിമ ഡയലോഗാണ് അടിക്കണ? പടം തീരാറായി. നീ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും പറ അല്ലേ? എടോ നമ്മൾ തമ്മിൽ നേരിട്ട് കണ്ട് പറഞ്ഞാൽ തീരാത്ത എന്ത് പ്രശ്നമുള്ളത്? വെറുതെ എന്തിനാ ചൊറിയണ ആ പാവം ജനലിന്? ശരിക്കണത് വല്ലതും പറ്റുമോ ജനലിങ്ങനെ? അല്ലേ കല്യാണം കഴിക്കല്ലേ? പുഷ്പം പൂക്കുന്ന രാവിൽ മാറിട്ടും പെണ്ണുങ്ങൾ മാത്രം താമസിച്ചു കൊടുത്ത് ഒളിഞ്ഞു നോക്കുന്ന എനിക്ക് മോളെ എന്താ മോളെ? അമ്മേ ആടെ ഒരാള് ഗിരിയേട്ടനെ ഓടിച്ചു വിട്ടെ. പാതിരാത്രിക്ക് ഓരോരുത്തന്മാര് വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി. അന്റെ മോനുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലേനും. നിങ്ങളെപ്പോഴും ഇങ്ങനെ ഇടക്ക് മുങ്ങും പിന്നെ പൊങ്ങും. എന്തായാലും നിന്റെ കാര്യമൊക്കെ നടന്നില്ലേ? നിനക്ക് വീടി വേണോ? ഏയ് ഞാൻ വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കും, അത്രേ ഉള്ളൂ. ഈ ബീഡിയിലേക്കുള്ളിലൂടെ വരുന്ന പുക ചുണ്ടിലെത്തുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖം ഒരു സിഗരറ്റിനും കിട്ടൂല. എൻ്റെ പ്രണയത്തിന് പോലും ഈ ബീഡിയുടെ മണ. കാലത്ത് ഡേഞ്ചർ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന എന്നെ MSPക്കാർ നോട്ടമിട്ടതിനാൽ പാർട്ടി നിർദ്ദേശപ്രകാരം ഒളിവിൽ കഴിയാൻ വേണ്ടിയാണ് ഞാൻ ചിന്തമംഗലത്തെത്തുന്നത്. പാവപ്പെട്ട ബീഡി തൊഴിലാളികൾക്ക് കുറച്ച് വിവരം ഉണ്ടാവാനും പാർട്ടി ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാനും വേണ്ടി അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പത്രം വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, ലഘുലേഖകൾ വായിക്കുക. ഇതൊക്കെയായിരുന്നു അന്ന് എന്നെ പാർട്ടി ഏൽപ്പിച്ച ചുമതല. സാധാരണക്കാരന് വിപ്ലവബോധം ഉണ്ടാക്കാൻ അന്ന് ഇതൊക്കെ അല്ലേ ഉള്ളൊരു വഴി. ഞാൻ ആ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കാമായിരുന്നു. ശോഭാറാം വിശ്വാസിന്റെ മകളെ ബലമായി കെട്ടിച്ചു. അക്കാലത്ത് ഞാൻ വായിച്ചു കൊടുത്ത ബംഗാളി സാഹിത്യത്തിലെ കഥാപാത്രങ്ങളുടെ പേരുകളായിരുന്നു ചിന്തമംഗലത്ത് ജനിച്ചു വീണ പല കുഞ്ഞുങ്ങൾക്കും. ബീഡി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ അന്നത്തെ തമ്പ്രാക്കന്മാരെ പോലെ തന്നെ ബീഡി കമ്പനി മുതലാളിമാരും വലിയ മോശം ഉണ്ടായിരുന്നില്ല. 1000 ബീഡിക്ക് അന്ന് 8 അണയായിരുന്നു ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന കൂലി. അന്നത്തെ എൻ്റെ വാദ്യര് എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് അവർ ഓരോ കെട്ട് ബീഡി തരും. അത് കുറയാൻ വലിക്കും, കുറെ വിൽക്കും. എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ ശ്വാസം വലിച്ചതിനേക്കാൾ കൂടുതൽ ബീഡിയാ വലിച്ചതെന്ന്. അയാളുടെ പുറകെ വരുന്നുണ്ട്, നീ ചെന്ന് പറഞ്ഞിട്ട് വാ. അതൊരു പാവം നമ്പ്യാരൂട്ടിയാ.
വലിയൊരു തറവാട്ടിൽ പിറന്നിട്ടും ഇതുപോലൊരു ബീഡി തെറുപ്പ് കേന്ദ്രത്തിൽ വന്ന് പണിയെടുക്കണമെങ്കിൽ അതിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. വലിയ കഷ്ടാ. അവക്കേ 7 ചൊവ്വയത്രേ ജാതകദോഷം. ചൊവ്വയോ? ആമ്പ്ര. ജാതകദോഷം. എന്നിട്ട് ചിരിക്കണ്ടമ്പ്ര. അല്ലാണ്ട് എങ്ങനെയാ 2 ഭർത്താക്കന്മാരും മരിക്കുക? ദോഷം ചാർത്തി കൊടുത്തവരെന്നെ ഒളിഞ്ഞും പതുങ്ങിയും ചായ്പിൽ ഉപദ്രവിക്കാൻ ചെന്നു തുടങ്ങിയപ്പോഴാ എന്റെ കൂരയിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത്. അതൊരു പാവ. ഇങ്ങനെ പിന്നാലെ നടക്കാണ്ട് അവർക്ക് ഇഷ്ടമല്ലാന്ന് പറയാൻ പറഞ്ഞു. അതിന് വിട്ടേക്ക് അമ്പ്ര. തമ്പ്രാന്റെ കുളി കഴിഞ്ഞ് വെള്ളം കോരിത്തരാന്നാ പറയുന്നത്. മോനോടെ നിക്ക്. ഈ തമ്പ്രാന്റെ കുളിപ്പളങ്ങാൻ കഴിയോ? ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. കുറേ കഴിഞ്ഞു വെള്ളം കിട്ടാൻ. എനിക്ക് കുടിക്കാൻ പോയി വെച്ച വെള്ളത്തിൽ അറിയാണ്ടാവൻ ഇവനെന്താ പൊട്ടന? ഇവനറിയൂലെങ്കിൽ എനക്കറിയൂലേ? ഇനി എന്റെ വെള്ളം തരുന്നതേ എന്റെ ഔദാര്യാണ്. രാവിലെ തന്നെ കൊടവും കലായി ഇറങ്ങും അശ്ലീലങ്ങള്. എന്താ പ്രശ്നം? തമ്പുരാന് കുളിക്കാൻ വെച്ച വെള്ളത്തില് കുഞ്ഞു നീറിട്ടു. ദാഹിച്ചിട്ടാണേ പാവം. ഇനി ഒരു തുള്ളി വെള്ളം ഇവിടുന്ന് കിട്ടൂല. വെള്ളം ഭൂമിയിൽ നിന്ന് ഉറയ്ക്കുന്നതാ, അല്ലാതെ തന്റെ തന്തയുടെ തൊള്ളന്നല്ല. ഇനി കുഞ്ഞിനെങ്ങാനും തൊട്ട് ആ കഴിഞ്ഞാൻ വെട്ടും. ഇത് കാലം മാറി. കുഞ്ഞ് നിന്നെ പൊട്ടാന്ന് വിളിച്ച തമ്പുരാനെ നീ കീഴാളനാക്കണം. ഞാൻ ആലോചിച്ചിട്ട് അതിനൊരൊറ്റ വഴിയുള്ളൂ. എന്താ അറിയോ? തമ്പുരാൻ ആകെ പേടിയുള്ളത് ഒരൊറ്റ കാര്യത്തിന്, ദൈവത്തിന്. അതുകൊണ്ട് അയാൾ നിന്നെ വിളിച്ച പേര് എന്നെ മതി നിനക്ക്. പൊട്ടൻ. വെറും പൊട്ടനല്ല, പൊട്ടൻ തെയ്യം. അപ്പം നീ ദൈവമാവും. താഴ്ന്നയും മുന്തിയും ജാതി ഒന്നും ഇല്ലാണ്ടാവും. ജന്മി വന്ന് നിന്റെ കാലിൽ വീഴും. അന്നേരം നിനക്ക് അവനോട് എന്തും പറയാം, അവനോടൊന്നും ചോദിക്കാൻ ചെയ്യും. അപ്പം നീ ആരാ? പൊട്ടൻ തെയ്യം. വാടാ. നിഞ്ഞരം വിലമ്പുകൾ തൊടുക്കും എന്റെ ചൊല്ലുകൾ, കേട്ടറിഞ്ഞ നേരുകൾ വളച്ചൊടിച്ച മിഥ്യ. മോനെ, എന്താ കൊടി വേണം? നിന്റെ പോലും പറ്റും കോര. ചിലപ്പോ ഇവനായിരിക്കും നാളെ. ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ്. അവൾക്ക് ഇപ്പോഴും പേടിയാണ്. പുലരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള പേടി. എന്നിട്ട് എന്ത് പറ്റി? പറ, എന്താ പറ്റിയെന്ന്. അവൾക്ക് ഇപ്പോഴും നല്ല പേടിയുണ്ട്. പുലരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള പേടി. അവിടെ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത്. 17-18 വയസ്സുള്ള ഒരു സുന്ദരി കുട്ടി.
എന്താടാ ഇവിടെ തട്ടുപുറത്ത് പണി? അന്നോട് ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് കയറരുതെന്ന്. വേഗം ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. എന്റെ കേളപ്പേട്ടന്റെ സാധനം മുഴുവൻ ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ടാവും ചക്കെ. കാത്തു കാത്തിരിപ്പുമുള്ളില് കോർത്തുരത്തഹാരമുള്ളില് നോക്കുകൊണ്ടു നേറിഞ്ഞ തീക്കനൽ ചോന്നെരിഞ്ഞണഞ്ഞിടാതെ നെഞ്ചില് എന്താടാ ഇനി ഞെക്കിക്കൊല്ലാൻ നോക്കുക? നിങ്ങൾക്ക് ചൊവ്വാദോഷം ഉണ്ടായിരുന്നല്ലേ? എന്നിട്ട് കേളപ്പൻ ചേട്ടനെ കല്യാണം കഴിച്ചിട്ട് കുഴപ്പമൊന്നുണ്ടായില്ല? ചൊവ്വാദോഷം, മാങ്ങാത്തൊലി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഞാനും മൂപ്പരും 10-50 കൊല്ലം ഒന്നിച്ച് ജീവിക്കായിനോ? ഇനിയല്ലാണ്ട് ഇങ്ങനത്തെ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുമോ? ബീഡി വലി ഒന്ന് കുറച്ചിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി ജീവിക്കായിരുന്നു.